കേരളത്തിൽ വേനൽ ചൂട് കടുക്കുന്നതിനൊപ്പം പാമ്പുകടി കേസുകളും റെക്കോർഡ് വേഗത്തിൽ വർദ്ധിക്കുകയാണ്. കഴിഞ്ഞ തിങ്കളാഴ്ച മാത്രം സംസ്ഥാനത്ത് റിപ്പോർട്ട് ചെയ്ത കണക്കുകൾ ആരോഗ്യവകുപ്പിനെയും പൊതുജനത്തെയും ഒരുപോലെ ആശങ്കയിലാഴ്ത്തുന്നു. കഴിഞ്ഞ തിങ്കളാഴ്ച മാത്രം 108 ആംബുലൻസുകളിൽ 21 പേരെയാണ് പാമ്പുകടിയേറ്റ നിലയിൽ സംസ്ഥാനത്തെ വിവിധ ആശുപത്രികളിൽ എത്തിച്ചത്. 108 ആംബുലൻസ് സർവീസുകൾ വഴി ആശുപത്രിയിൽ എത്തിച്ചവരുടെ മാത്രം കണക്കാണിത്. പാമ്പുകടിയേറ്റവർക്ക് പുറമെ 8 പേരെ പാമ്പുകടിയേറ്റെന്ന സംശയത്തിലും നിരീക്ഷണത്തിനായി ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. പലപ്പോഴും പാമ്പ് കടിച്ചത് കൃത്യമായി തിരിച്ചറിയാൻ കഴിയാത്തത് ആശങ്ക വർദ്ധിപ്പിക്കുന്നു. കനത്ത ചൂടിൽ നിന്ന് രക്ഷ നേടാൻ പാമ്പുകൾ ജനവാസ മേഖലയിലേക്കും വീടുകളിലേക്കും തണുപ്പ് തേടി എത്തുന്നതാണ് കേസുകൾ കൂടാൻ പ്രധാന കാരണമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. രാത്രികാലങ്ങളിൽ തറയിൽ ഉറങ്ങുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കണമെന്നും വീടിന് ചുറ്റുമുള്ള മാളങ്ങളും വിള്ളലുകളും അടയ്ക്കണമെന്നും ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു. സംസ്ഥാനത്തൊട്ടാകെ പാമ്പുകടി കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും മലബാർ മേഖലയിലും ദക്ഷിണ കേരളത്തിലുമാണ് കൂടുതൽ കേസുകൾ ഒരേ ദിവസം രേഖപ്പെടുത്തിയിരിക്കുന്നത്. 108 ആംബുലൻസ് സർവീസുകൾ വഴി ആശുപത്രിയിൽ എത്തിച്ചവരുടെ ഔദ്യോഗിക കണക്കുകൾ പ്രകാരം കോഴിക്കോട് ജില്ലയാണ് പട്ടികയിൽ ഒന്നാമത്. ജില്ലയിൽ മാത്രം 5 പേർക്കാണ് തിങ്കളാഴ്ച പാമ്പുകടിയേറ്റത്. ഇതിനു പുറമെ 3 പേരെ പാമ്പുകടിയേറ്റെന്ന സംശയത്തിൽ നിരീക്ഷണത്തിനായി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തലസ്ഥാന ജില്ലയിലും സ്ഥിതി വ്യത്യസ്തമല്ല. 3 പേർക്ക് പാമ്പുകടിയേറ്റപ്പോൾ മറ്റു 2 പേരെ കടിയേറ്റെന്ന സംശയത്തിൽ ആശുപത്രിയിൽ മാറ്റിയിട്ടുണ്ട്. ആലപ്പുഴ, കൊല്ലം, കണ്ണൂർ, മലപ്പുറം, തൃശൂർ ഈ 5 ജില്ലകളിലായി 2 പേർ വീതം ചികിത്സ തേടി. പാലക്കാട്, വയനാട്, കോട്ടയം എന്നീ ജില്ലകളിൽ ഒരാൾ വീതമാണ് കടിയേറ്റ നിലയിൽ ആംബുലൻസിന്റെ സഹായം ലഭ്യമായത്. കോട്ടയം, തൃശൂർ, കൊല്ലം ജില്ലകളിൽ ഓരോരുത്തരെ വീതം പാമ്പുകടിയേറ്റെന്ന പ്രാഥമിക നിഗമനത്തിൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. കൃത്യമായ പരിശോധനയിലൂടെ മാത്രമേ ഇവരിൽ വിഷാംശം ചെന്നിട്ടുണ്ടോ എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കൂ. കുറ്റ്യാടി മരുത്തോങ്കര പഞ്ചായത്തിലെ കാപ്പുമ്മൽ രമേശന്റെ വീട്ടിലാണ് സിനിമാക്കഥയെ പോലും വെല്ലുന്ന ഭീതിപ്പെടുത്തുന്ന സംഭവങ്ങൾ അരങ്ങേറിയത്. നിസാരമായൊരു കണ്ടെത്തലിൽ നിന്നാണ് വീടിനുള്ളിലെ പാമ്പുകളുടെ വൻ ശേഖരം പുറത്തു വന്നത്. വീട്ടിലെ കുട്ടികൾ കിടന്നുറങ്ങുന്ന കിടക്കയുടെ അടിഭാഗത്തായി ആദ്യത്തെ പാമ്പിനെ കണ്ടെത്തി. ഉറങ്ങിക്കിടങ്ങുന്ന കുട്ടികൾക്ക് നേരിയ അനക്കം പോലും ഉണ്ടായിരുന്നെങ്കിൽ വലിയൊരു ദുരന്തം സംഭവിക്കുമായിരുന്നു. ആദ്യത്തെ പാമ്പിനെ കണ്ടെത്തിയതിനെ തുടർന്ന് നടത്തിയ വിശദമായ തിരച്ചിലാണ് മറ്റു പാമ്പുകളെയും കണ്ടെത്തിയത്. 2 പാമ്പുകൾ ശൗചാലയത്തിലും മറ്റു 2 വീടിന്റെ ഉൾഭാഗത്തെ വിള്ളലുകളിലുമായിരുന്നു ഒളിച്ചിരുന്നത്. പിടികൂടിയ 5 പാമ്പുകളും മാരക വിഷമുള്ള വെള്ളക്കട്ടൻ ഇനത്തിൽപ്പെട്ടതായിരുന്നു. ശംഖുവരയൻ എന്നും അറിയപ്പെടുന്ന ഇവ രാത്രികാലങ്ങളിൽ വീടിനുള്ളിൽ കയറി പറ്റുന്നതിൽ വിദഗ്ധരാണ്. ഒരേ സമയം ഇത്രയധികം പാമ്പുകൾ തന്റെയും മക്കളുടെയും ജീവന് ഭീഷണിയായി വീടിനുള്ളിൽ ഉണ്ടായിരുന്നു എന്ന തിരിച്ചറിവ് രമേശിനെയും കുടുംബത്തെയും വിറങ്ങലിപ്പിച്ചിരിക്കുകയാണ്. വിവരമറിഞ്ഞ അയൽവാസികളും നാട്ടുകാരും സ്ഥലത്തെത്തുകയും വനംവകുപ്പിനെ വിവരമറിയിക്കുകയും ചെയ്തു. വേനൽക്കാലം കടുക്കുന്നതോടെ പാമ്പുകൾ തണുപ്പുള്ള ഇടങ്ങൾ തേടി വീടിനുള്ളിലേക്ക് പ്രവേശിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ചെറിയ ചില മുൻകരുതലുകളിലൂടെ വലിയ അപകടങ്ങൾ ഒഴിവാക്കാൻ സാധിക്കുമെന്ന് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. വീടിന് ചുറ്റും കാട് പിടിച്ച് കിടക്കുന്നത് ഒഴിവാക്കണം. വീടിന്റെ തറയിലോ ചുവരിലോ ഉള്ള വിള്ളലുകൾ സിമന്റിട്ട് അടയ്ക്കുന്നത് പാമ്പുകളെ ഒളിച്ചിരിക്കുന്നത് തടയാൻ സഹായിക്കും. കുറ്റ്യാടിയിലെ സംഭവം നൽകുന്ന പാഠം ഉൾക്കൊണ്ട് വീടിനുള്ളിലെ മാളങ്ങളും വിടവുകളും പരിശോധിക്കേണ്ടത് അത്യാവശ്യമാണ്. രാത്രികാലങ്ങളിൽ തറയിൽ വിരിപ്പിട്ട് ഉറങ്ങുന്നത് ഒഴിവാക്കുന്നതാണ് ഉചിതം. കട്ടിലിൽ ഉറങ്ങുന്നവരും കിടക്കുന്നതിന് മുൻപ് കിടക്കയും പരിസരവും പരിശോധിക്കണം. കൊതുകുവല ഉപയോഗിക്കുന്നത് പാമ്പുകൾ കിടക്കയിലേക്ക് കയറുന്നത് തടയാൻ ഒരു പരിധിവരെ സഹായിക്കും. കുറ്റ്യാടിയിൽ 2 പാമ്പുകളെ ശൗചാലയത്തിൽ നിന്നാണ് കണ്ടെത്തിയത്. അതിനാൽ ബാത്റൂമുകളിലെ വെന്റിലേഷനുകൾ വലയടിച്ച് സുരക്ഷിതമാക്കണമെന്നും രാത്രികാലങ്ങളിൽ ബാത്റൂം ഉപയോഗിക്കുമ്പോൾ വെളിച്ചം ഉറപ്പാക്കേണ്ടതും പ്രധാനമാണ്. പാമ്പുകടിയേറ്റാൽ പരിഭ്രാന്തരാകാതെ എത്രയും വേഗം ആശുപത്രിയിൽ എത്തുക. മുറിവേറ്റ ഭാഗം മുറിക്കാനോ വിഷം വലിച്ചെടുക്കാനോ ശ്രമിക്കരുത്. രോഗിയെ അധികം അനങ്ങാൻ അനുവദിക്കാതെ 108 ആംബുലൻസ് സർവീസിന്റെ സഹായം തേടുന്നത് ചികിത്സാ കേന്ദ്രങ്ങളിലേക്ക് വേഗം എത്താൻ സഹായിക്കും. പാമ്പുകടി കേസുകളുടെ എണ്ണം വർദ്ധിക്കുന്നത് ഗൗരവകരമായ ഒരു സാഹചര്യമാണ്. കഴിഞ്ഞ തിങ്കളാഴ്ച മാത്രം 21 പേരെ ആംബുലൻസിൽ ആശുപത്രിയിൽ എത്തിക്കേണ്ടി വന്നത് നമ്മുടെ ജാഗ്രത കുറവിനെ കൂടി ഓർമ്മപ്പെടുത്തുന്നു. ശാസ്ത്രീയമായ മുൻകരുതലുകൾ സ്വീകരിക്കുന്നതിലൂടെ നമുക്ക് ഈ ഭീഷണിയെ അതിജീവിക്കാം.